ഇയാളല്ലേ മുതൽ എടുത്തിട്ട്? അല്ല ഞാൻ ഇപ്പൊ തന്നെ ഊരി അവിടെ ഇയാള് കണ്ടത്. അല്ല ഞാൻ അവിടെ നിൽക്കാം, ഞാൻ തൊട്ടിട്ടില്ല. എടാ എന്താ അവന്റെ പേര്? ശോഭ എന്ന് പോയി നോക്കിട്ടോ. ശോഭ അല്ല കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ അന്നേരം ചോദിച്ചു നിങ്ങൾക്ക് എടുക്കുമെന്ന് വെച്ചപ്പോ എടുക്കുമെന്ന് പറയാൻ ചെയ്തു. ഞാനെല്ലാം എടുത്തിട്ട് പുള്ളിക്കാരില്ലേ എടുത്തിട്ടെ? അല്ല ഞാൻ എപ്പോഴും തിരിച്ചു തന്നാ. ഇയാളെ ഞാനൊരു വീഡിയോ എടുക്കാൻ വന്നു, ഇയാൾ എന്നെ അവിടെ കളറാക്കുവോ? അല്ല മാമ അവിടെ ഇല്ല, മാമ ഒന്നും വേണ്ടണ്ട, മാമ വേണ്ടണ്ട. ഒരൈറ്റം ഞാൻ എടുത്തിടാൻ പറഞ്ഞു, ഒരെണ്ണം ബ്ലാക്കിന്റെ എടുത്തിട്ടു. ഞാൻ ഒന്നും പറയാം, നിങ്ങൾ പോലീസിനെ വിളി. അപ്പൊ ഞാൻ എടുത്തെന്നാണ് ഇയാൾ പറയുന്നത്. എടേ കള്ളികളായാലും കള്ളിയല്ലെന്ന് പറയൂ. നിങ്ങൾ എടുത്തെന്ന് ഞങ്ങൾ പറഞ്ഞാലോ? ആക്ച്വലി എത്ര ചോദിച്ചാലും പൊന്നു സൗരം ഞാൻ എടുത്തിട്ടില്ല. ഏത് പോലീസ് വേണമെങ്കിലും വന്നോട്ട്. ഇയാളെടുത്തെന്നാ പറയുന്നത്. തെറ്റ് ചെയ്യാതെ ഇപ്പൊ ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഹായ് ഹലോ നമസ്കാരം, ആങ്കർ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആങ്കർ വ്ലോഗായിട്ട് നിൽക്കുന്നത്, എന്നോടൊപ്പം ഒരാളും കൂടെ ഉണ്ട്. അത് ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ ഉള്ള റിയ ഗോൾഡിലാണ്, നമ്മുടെ വർക്കല ക്ഷേത്ര റോഡിലുള്ള റിയ ഗോൾഡിലാണ്, നമ്മുടെ മെട്രോ സ്കാനിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിയ ഗോൾഡിൻ്റെ തന്നെ അടുത്തൊരു സ്ഥാപനം, അത് ഗോൾഡ് സെൻറ്റർ അല്ല, ജ്വല്ലറി അല്ല, ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ദുബായ് ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് രണ്ടിനെയുടെ വിശേഷങ്ങളാണ് നിന്ന് അറിയുന്നത്. കൂടെ സ്റ്റാച്ചു പോലെ, പ്രതിമ പോലെ നിൽക്കുന്നത്. ഇന്ന് ഇവിടെ വളകളും കുറച്ച് നല്ല കമ്പനിയ ശേഖരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിയ റെഡി ആവത്തില്ല, രാജലക്ഷ്മി തന്നെ അത് നിങ്ങളെ പരിചയപ്പെടുത്തും. ഇല്ലയോ? ആങ്കർ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ കാണാൻ പോകുന്നത്? ഇവിടുത്തെ ഗോൾഡ് സ്വർണ്ണമാണെന്നറിയാം. നമ്മൾ ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വളയും അതുപോലെ തന്നെ മോതിരങ്ങള് അല്ലേ, അതൊക്കെ അല്ലേ? അപ്പൊ ഒന്ന് പരിചയപ്പെട്ടാലോ? റെഡിയാണോ ലക്ഷ്മി? നമുക്ക് ഓരോ നാട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. മിസ്റ്റർ ഷമീർ, ഒരു ഹായ് പറഞ്ഞു. ഹായ്. നമ്മുടെ റിയ ഗോൾഡിന്റെ എല്ലാമായിട്ടുള്ള ആളാണ്. ശരി, പറഞ്ഞു. ഇത് കൽക്കട്ട മോഡലാണ്. ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റുന്നതാണ്. കല്യാണ വർക്കിനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ ഐറ്റമാണ് ഇത്. ഓരോ മോഡൽസ് വേറെ മോഡൽസ്. ഇത് രാജ്കോട്ട് മോഡല്. രാജ്കോട്ട് ഇത് ഇടാൻ പറ്റുമോ? കൈ കയറുമോ? അത് കേരള. എന്തെങ്കിലും വേറെ മോഡൽ അങ്ങോട്ട് കാണിച്ചോ, ക്യാമറ ഈ കൈ ഒന്ന് അങ്ങോട്ട് കാണിച്ചോ. ഇത്ര വലിയ കൈയുണ്ട്, വലിയ കൈ ഉണ്ട്, പാടല്ലേ? ശരി, അടുത്തൊന്ന് കാണിക്കാം. ഈ മോഡൽ അങ്ങോട്ടൊന്ന് കാണിച്ചാൽ. സ്റ്റോൺ ഉണ്ടോ? പറഞ്ഞ സ്റ്റോൺ അല്ല, ഇത് വൈറ്റ് ഗോൾഡും കൂടെ ചേർന്ന് വരുന്നതാണ്. പറഞ്ഞോ, വൈറ്റ് ഗോൾഡും കൂടെ ചേർന്ന് വരുന്നുണ്ട്. ഇനിയൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇനി നോക്കിയിട്ട് മോഡൽസ് നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. കണ്ടേ, നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. കിട്ടോ, അത് കയ്യിലിട്ടോ, നോക്കാം, എല്ലാം നോക്കാം നമുക്കൊന്ന്. തീർച്ചയായിട്ടും. ഇനി അടുത്ത ഏത് മോഡൽ? സ്പെഷ്യൽ മോഡൽ. ഇത് കൽക്കട്ട മോഡലാണ്. ഇത് നല്ല ഡിസൈൻ വരുന്നതാണ്. അത് വേണ്ടേ? അല്ല, ഇത് കൊള്ളാം. ഞാൻ വാങ്ങിച്ചു തരാൻ വന്നതല്ല, ഒന്ന് ഇട്ട് നോക്കിയാ കയ്യിലിട്ടോ. വളയോ? അതായത് വേറെ കാര്യം എന്ന് വെച്ചാല് നമുക്കിത് പൊലിപ്പ് തോന്നും, പക്ഷെ വെയിറ്റ് അല്ലേ, വെയിറ്റ്ലെസ് ആണ്. പൊലിപ്പ്, നല്ല പൊലിപ്പ് തോന്നും. ഇതൊരു ഏതാണ്ട് 1.5 പൗണ്ടോളം പൊലിപ്പ് നമുക്ക് തോന്നും. പക്ഷെ എത്ര കാണുന്നത്? ഇത് 1 പൗണ്ടേ അത്രേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ 1-2 തോന്നത്തില്ലേ? എന്തോ തോന്നുന്നു, വെയിറ്റ് തോന്നും. ഈ മോഡലിന് എടുത്ത് നോക്കട്ടെ, ഇത് നല്ല മോഡലാണ്. ഇത് 1 പൗണ്ടേ. ഇത് ഇഷ്ടപ്പെട്ടോ? കാണിച്ചു തരാനല്ല, അത് കയ്യിൽ നോക്കട്ടെ. ഇല്ല, വേണ്ട, കയറൂല. ഇത് എത്ര വരുന്നത്? ഇത് പുള്ളിക്കാരിയുടെ കൈ കുറച്ച് വലുതായതുകൊണ്ട് ഇവിടുത്തെ വളകളൊന്നും പുള്ളിക്കാരിക്ക് അഫോർഡബിൾ അല്ല എന്നുള്ളതാണ് സത്യം. ഇത് ഈ 2.6 ആണ്. 2.6. ഇത് എത്ര വരുന്നത്? 2.4 ആണ്. 4 ആണ്. 0.1 വ്യത്യാസം അല്ലേ? അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, ഞെരിച്ച് വേണമെങ്കിൽ ഇറക്കാം അല്ലേ? ഇനി വളകള് ധാരാളം ഉണ്ടല്ലേ. ഇതൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു, അങ്ങോട്ടൊന്ന് ഇങ്ങനെ കാണിച്ചു, അങ്ങനെ കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ വെച്ചോ, കാണിച്ചു കൊടുത്തേ. ഇതിനകത്ത് ഏതൊക്കെ മോഡൽസ് ഉണ്ടെന്ന് പറയുന്നത്. ഈ മോഡൽ ഇഷ്ടപ്പെട്ടോ? പെൺകുട്ടികൾക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ ആസ് എ വുമൺ എന്നുള്ള രീതിയിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് ഈ ഒരു മോഡൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇത് പിന്നെ ഇതും ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇനി നമുക്ക് കമ്മലൂടെ നോക്കിയാലോ? വള ഊരുണ്ടോ? പറയാം. ഇതൊന്ന് കാണിച്ചു നോക്കട്ടെ. ഇതൊക്കെ കാണിച്ചു. ഇതെല്ലാം സ്റ്റോൺ വരുന്നല്ലേ? അല്ല, വൈറ്റ് ഗോൾഡ്. വൈറ്റ് ഗോൾഡ് ആണ്. സ്റ്റോൺ ഒന്നുമില്ല, സ്റ്റോൺ അല്ല, വൈറ്റ് ഗോൾഡ് ആണ് വരുന്നത്. അത് വാല്യുബിൾ ആണ്. കൊടുത്തു കഴിഞ്ഞാൽ ആ വില തന്നെ കിട്ടും. തീർച്ചയായിട്ടും, വിലയ്ക്കൊന്നും ഒരു മാറ്റവും വരില്ല. ഇതാണ്ടിരിക്കുന്നത്. പിന്നെ നല്ല ഡിസൈൻ വരുന്ന കമ്മൽസ് ആണ്. നോക്കട്ടെ, അതൊന്ന് കാണിച്ചു കൊടുക്കുന്നത്. എടുത്തറ ചെവിയിലോട്ടൊക്കെ വെച്ച് നോക്ക്, ഒന്ന് കാണിച്ചു കൊടുത്ത ഞാൻ എടുത്തു തരാം. ഇത് വെച്ച് കൊടുക്കല്ലേ? അതന്നെ, അത് നല്ല
ഒന്ന് ചെവിയിലോട്ട് വെച്ച് ഇത് ഈ രണ്ടും കൂടെ ഒന്ന് ചെവിയിലോട്ട് വെച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. പുള്ളിക്കാരി ഈ അതിന്റെ ആ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഇൻചാർജ് ആണ്. ഞാൻ എന്റെ ആങ്കറായിട്ടൊന്ന് വിളിച്ചോണ്ട് പുള്ളിക്കാരിക്ക് അതിന്റെ വിറവലുണ്ട്. വിളിച്ചു വെച്ച് കാണിച്ചു കൊടുത്താൽ പോട്ടെ. ഓക്കെ, അങ്ങോട്ട് കാണിച്ചു. ഇത് എത്ര വരും? ഇത് അത് 1.5 ഉണ്ട്. 1.5 വരും അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഇതിന്റെ കളക്ഷൻസ് ആണ് അല്ലേ? അതൊരു ചെറിയ ഇത് കാണിച്ചു. ഇത് എത്രയൊക്കെ വരുന്നത്? എത്ര ഗ്രാമൊക്കെ വരും ഇത്? അതെല്ലാം 1 ഗ്രാമിന്റെ 3,800 ഇതല്ലേ? അതിൽ തന്നെ വെയിറ്റും കൊടുത്തിട്ടുണ്ട്. 2,890. ഇതിലേതായിരിക്കും ഏറ്റവും കൂടുതൽ ആകർഷണം? ഇത് ഈ ഒരു മോഡൽ കൊള്ളാം. ഒരു വെറൈറ്റി ഉണ്ട്. ഇത് കുറച്ച് വെറൈറ്റി ആണ്. സൂചി നൂല് മോഡൽസ്. ഇതാകുമ്പോ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാതിലോട്ട് പെട്ടെന്ന് അങ്ങ് ഇടാൻ ബാക്ക് വലിച്ചിട്ട് ചെറിയ വെയിറ്റ് ആണ്. ചെറിയ നമുക്ക് പെട്ടെന്ന് ഇട്ടുകൊണ്ട് 2,900 അടുപ്പിച്ച് വരുന്നുള്ളൂ. ഇതൊക്കെ വെച്ചാൽ മഴത്തുള്ളി എന്ന് പറയും. മഴത്തുള്ളി, സൂചി നൂലും, അങ്ങനെ കുറെ മോഡൽസ്. ഇത് മഴത്തുള്ളി തന്നെ കേട്ടോ. ഇത് ഈ കളറുള്ള ഇതുള്ള. ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുവോ? എടുക്കാം. എന്താ എടുക്കും? സാലറി ഒക്കെ നല്ല സാലറി കിട്ടിയിട്ട് എടുക്കാതെ. സൂഫി റിങ്സ് ആണ്. ഇതൊക്കെ നല്ല വെയിറ്റ്ലെസ് ആണ്. അതായത് സൂഫി അത് സ്റ്റോൺ ലെസ് ചെയ്തിട്ടാണ്. ഗോൾഡിന്റെ റേറ്റ് മാത്രമാണ് വരുന്നത്. കേറും. ഈ വിരൽ ഇട്ടാലും മതി. ഒന്ന് കാണിച്ചു. ഇതും കൂടെ ഒന്ന് ഇട്ട് അപ്പുറത്തെ വിരലിട്ട്. അപ്പുറത്തെ വിരലിട്ട് കുഞ്ഞു വിരലിട്ട്. അറിയത്തില്ല. കാണിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് അങ്ങോട്ടൊന്ന് പിടിച്ച് കാണിച്ചു കൊടുത്തു. ഇത് ഏതൊക്കെ മോഡലാണെന്ന്, കല്ല് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കാണിച്ചു കൊടുത്തു. കല്ല് മറ്റേ വയലറ്റ് കൊള്ളാമായിരുന്നു കയ്യിലിരിക്കും. പിന്നെ ഈ ഗ്രീൻ കൊള്ളാം. ഓറഞ്ച്. ഇനിയിപ്പോ ഈ സാധാരണ ഡെയിലി വേഴ്സ് അല്ലേ, അതൊന്ന് കാണിച്ചേ. ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ? ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് ഡെയിലി ഉപയോഗിക്കുന്നത്. ഇതെനിക്കൊന്ന് കല്യാണ മോതിരങ്ങളുണ്ടല്ലേ? ഇതൊക്കെ അല്ലേ കല്യാണത്തിന്? ഇതൊരു നല്ല ആണോ? ഇട്ട് നോക്കി. ഇട്ട് കാണിച്ചു. ഒരു വെറൈറ്റി ഉണ്ട്. വലിയ വലിയ കയറിയില്ലേ? അത് കൊള്ളാം. ആ മോഡലും കൊള്ളാം. ഇതും കൊള്ളാം. ഇതൊക്കെ വെയിറ്റ് കുറവാണ്. പക്ഷെ വെയിറ്റ് കുറവാണ്. പക്ഷെ കണ്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വെയിറ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? ഇതും നല്ല ഡിസൈനാണ്. ഡെയിലി യൂസിന് പറ്റുന്ന ഡിസൈൻ. അത് എത്രയാണ് വരുന്നത്? ഇതിപ്പോ ഒരു മോഡലാണല്ലേ? അത് ഇങ്ങനെ വരുന്നത്. അത് പ്ലെയിൻ ടൈപ്പ്. ചെറിയ ഇഷ്ടമായോ? ഓക്കെ. അപ്പോൾ അത് കുറിക്കുക. നമുക്ക് ഇനി അടുത്ത നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിന്റെ അങ്ങോട്ട്. അപ്പോൾ നമുക്കിനി അപ്പുറത്തോട്ട് പോയിട്ട് ആ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമല്ല, കോസ്മെറ്റിക്സ്, കുറച്ച് പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് പറയുമല്ലോ? പറയാമല്ലോ. അപ്പോൾ രാജലക്ഷ്മി, നമ്മൾ സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, റിയ ഗോൾഡിന്റെ. ഇപ്പം അതിന് മുമ്പായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെയൊക്കെ ഓണർ ആരാ? റാഫി സാറ്. ആണോ? ആള് സ്ഥലത്തുണ്ടോ? ഇപ്പൊ സ്ഥലത്തുണ്ട്. ഇതിപ്പം എനിക്ക് തോന്നുന്നു 3ാമത്തെ ഷോബേ കൂടെ അയക്കുന്ന നമ്മുടെ ഇവിടുത്തെ അക്കൗണ്ടന്റ്, ഇവിടുത്തെ ഇൻചാർജ് ആണ് ആളാണോ? അല്ലയോ? പേടിയുണ്ടോടാ? എവിടെ സ്ഥലം? എവിടാ? അല്ല, ഇയാടെ സ്ഥലം എവിടാ? പാളയംകുന്നില്. അപ്പൊ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ്, ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും നല്ലതാണ്. ചോക്ലേറ്റ്സിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആരോഗ്യകരമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അല്ലേ? അപ്പൊ ഡ്രൈ ഫ്രൂട്ട്സിൽ തന്നെ തുടങ്ങാം. ഏതൊക്കെ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് പരിചയപ്പെടുത്തുന്നേ? ഏതൊക്കെ ഉണ്ടെന്നുള്ളത് ഷോബേ പറഞ്ഞു. ഷോബേ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് അല്ലേ, അസുഖങ്ങളൊന്നും വരാതെ. ഓക്കെ, ഇതെന്താണ് സംഭവം? പീച്ചാണ്. ഡ്രൈഡ് പീച്ച്. ഡ്രൈഡ് പീച്ച് അല്ലേ? അത് മലയാളം പറഞ്ഞു കൊടുക്കാതെ പീച്ച് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്താണ്? ഒരു മധുരം. ഇതിനകത്ത് തേനൊന്നും ആണല്ലോ അല്ലേ? അതും പീച്ച് തന്നെ. പീച്ചിന്റെ വേറെ വെറൈറ്റി. ഇത് നല്ല കളർ കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. മഞ്ഞയും പച്ചയൊക്കെ ഉണ്ട്. ഇയാൾ ഇങ്ങോട്ട് വാ. ഇയാളല്ലേ പരിചയപ്പെടുത്തണ്ട, ഞാനല്ല. വാ. ഇനി ഇതെന്താണ്? ഇത് മൊത്തം മിക്സ്ഡ് ആണല്ലേ? മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് ആണ് മിക്സ്ഡ്. അടിപൊളി. മിക്സ്ഡ് നല്ല കളർഫുൾ ഉണ്ട്. കളർഫുൾ ഉണ്ടല്ലേ? അത് കിവി. കിവി അത് തന്നെ എല്ലാവർക്കും യൂഷ്വലായിട്ട് ഇപ്പം എനിക്ക് ദുബായിലൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ കിവിയാണ് യൂസ്. ഇയാൾ ഏതാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും? ഇവിടെ എത്ര ആളാണ് വന്നിട്ട്? കുറച്ച് ദിവസമായുള്ളൂ. 2-3 ദിവസമായുള്ളൂ. ദുക്കാണെ 2 ദിവസമല്ലേ ആയുള്ളൂ? ഇല്ലേ?
ഒന്നോട്ടുണ്ടോ? അത്ര ആ ബ്ലാക്ക് പ്ലം 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 ഐറ്റംസിൽ ബ്ലാക്ക് പ്ലം ഐറ്റത്തിന് ബ്ലാക്ക് അല്ലേ? ആ അടിപൊളി. അങ്ങനെ നിരവധി അനവധി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉള്ളത്. കിവിയുടെ തന്നെ വേറെ ഒരു കിവിയുടെ തന്നെ വേറെ ഇതെന്താണ്? പപ്പായ പപ്പായ പപ്പായ. പപ്പായ പപ്പായ ആ ഡ്രൈ പപ്പായ ഡ്രൈ ഫ്രൂട്ട്സ് കേട്ടോ. പപ്പായ. ഇത് നെല്ലിക്ക ഏതാണ്? ഇത് നെല്ലിക്ക നെല്ലിക്ക. ഏറ്റവും നല്ല ശരീരത്തിന് നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാനായാലും മുതിർന്നവർക്ക് നല്ല തന്നെയാണ്. ഇയാളെ ഏതാ പറഞ്ഞേ? ഇത് കിവിയുടെ തന്നെ വേറെ ഒരു 2 സൈസ് കിവിയുടെ കളറിന്റെ വ്യത്യാസമാണ്. അത് ഗ്രീൻ വരുന്നുണ്ട്, ഇത് ഗോൾഡൻ വരുന്നുണ്ട് അല്ലേ? ഇത് എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം? ഏതിനും കൂടെ ആഡ് ചെയ്യും? ചുമ്മാ നോർമലി കൊടുക്കാവോ? നോർമലി ആയിട്ടും കഴിക്കാം, ഇഷ്ടമുള്ള കുട്ടികൾക്ക് നോർമലിലും കഴിക്കാം അല്ലേ? ആ പിന്നെ നമുക്ക് സ്പൈസി ഉണ്ടല്ലേ? സ്പൈസസ് ഐറ്റം സ്പൈസി ഏലക്ക. ഇത് കവറിലെടുത്ത ഒരു സുഖം കിട്ടത്തില്ല. ആ ഒരു സുഖം കിട്ടത്തില്ല. ആ ഒറിജിനൽ ആയിട്ട് കേട്ടോ. നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾ കണ്ടോന്ന്. ഒറിജിനൽ തന്നെ കണ്ടാ അറിയാത്. പിന്നെ ഗ്രാമ്പൂ ഉണ്ട്, പട്ടയുണ്ട്, പിന്നെന്താണ്? ഡേറ്റ്സ്, പിന്നെ തക്കോലം തക്കോലം അല്ലേ? ശ്രീലങ്കയുടെ ആണെന്ന് എടുത്തപ്പോഴാണ് ആ എന്താണ് ഏതാണ്? അതിനകത്ത് മാത്രമല്ല ഈ ചുറ്റും ഇവിടെ എല്ലാം ഇരിക്കുന്ന ചോക്ലേറ്റ് ഇതെല്ലാം കിലോ ആണല്ലേ? ആ കിലോ ഇതെല്ലാം കിലോ ആണ്. ആണ് കിലോ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള അതായത് 100 ഗ്രാം അങ്ങനെ ഇഷ്ടമുള്ള. അതുപോലെ ബദാം ഉണ്ട്, പിന്നെ അതിന്റെ കാഷ്യൂ ഉണ്ട്. കാഷ്യൂ എനിക്ക് എനിക്ക് തോന്നിയത് ചുട്ട ആണ്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. കിട്ടില്ല, അതാണ് വേറെ എവിടെയും കിട്ടില്ല, നമ്മളിൽ മാത്രമേ അത് വരൂ. വരത്തുള്ളൂ അല്ലേ? ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നിങ്ങളിത് സാധാ എടുത്തിട്ട് ഇത് നമ്മൾ വേറൊരു ഓവറിൽ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ്. ഇത് ഉണ്ടാക്കുന്ന സീക്രട്ട് നമ്മൾ പുറത്തു വിടില്ല. ഇത് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെ വില എങ്ങനെ? ഇത് 1300 വരുന്നത് കിലോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുമ്പോൾ എന്തെങ്കിലും റേറ്റ് പറയുമോ? തീർച്ചയായിട്ടും കുറയ്ക്കും. ആംഗിളോ കണ്ടിട്ട് വരുമ്പോൾ റേറ്റ് പറയും. നമുക്കിനി അപ്പുറത്ത് ഞാനവിടെ കയറിയപ്പോൾ തന്നെ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്, നല്ല ഉഗ്ര സ്ഥലങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമ്മള് പെർഫ്യൂമിന്റെ അടുത്തല്ലേ മറ്റേ ഡ്രിങ്ക്സ് പറഞ്ഞു കൊടുത്തോ? കാണിച്ചോ ഏതൊക്കെയാന്ന് കാണിച്ചോളൂ. ടാങ്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ കുട്ടികൾക്കുള്ള ചോക്ലേറ്റ്, ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതെന്താണ് സംഭവം? ഇത് ഡ്രൈ ഫ്രൂട്ട്സ് പാക്കറ്റ് ബോക്സ് വീഡിയോ കണ്ടു വരുന്നവർക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇനി അപ്പുറം സെക്ഷനിലോട്ട് പോയാലോ? ഓ നമ്മൾ ഇനിയിപ്പം പെർഫ്യൂംസ് ആണ് നമ്മളിനി പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് വന്നത് ഞാനിവിടെ കയറിയപ്പോൾ തന്നെ ഉഗ്ര സ്മെല്ലുകളാണ് വന്നത് കേട്ടോ. അതിനകത്ത് മെയിനായിട്ട് പറയേണ്ടത് ഇവിടെ പല തരത്തിലുള്ള ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഗൾഫ് ഐറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള അല്ലേ? ഏതൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടുത്തി നോക്കട്ടെ. നമുക്ക് പലതരത്തിലുള്ള പെർഫ്യൂമുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിടുന്ന ക്രീമുകൾ, നൈറ്റ് ക്രീം, അങ്ങനത്തെ ഒരുപാട് ഉണ്ട്. പിന്നെ ബോഡി ലോഷൻ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. ഈ ലോഷനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ ലോഷനെ കുറിച്ച് ഇതിന്റെ മറിയും അല്ലേ? ഇത് ആക്ച്വലി ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാര്യം ഇതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇത് സ്പ്രേ ആണ്. ഇതിന്റെ സ്പ്രേ ആണോ? മറിയത്തിന്റെ സ്പ്രേ ഇത് സെയിം ആണോ? ഇത് എന്താ വില വരുന്നത്? 950 രൂപ അല്ലേ? നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക്. പിന്നെ ഇത് അല്ല ഞാൻ ഷമീർക്ക് ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാര്യം ഇത് മറിയത്തിൻ്റെ ബോഡി ലോഷനാണ്. സംഭവം എന്ന് വെച്ചാൽ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ മണം അതുപോലെ നിൽക്കുമെന്നാണ് ഞാൻ സത്യം പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്ത്. ഞാൻ ഉദ്ഘാടനത്തിന് ഞാൻ വന്ന് വാങ്ങിച്ചായിരുന്നു. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഉഗ്രൻ സ്മെല്ലാണ്. ഇത് മാത്രം നോട്ടീസ് ചെയ്ത് കൊണ്ടുപോയ സാധനമാണ്. ലേഡീസിന് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടല്ലേ? മോതിരോ? ഞാനെല്ലാം എടുത്തിട്ട് പുള്ളിക്കാരിയല്ലേ എടുത്തിട്ടെ? അല്ല എന്നാണ് ചെക്ക് ചെയ്തോ? എന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. പക്ഷേ അല്ല ഞാൻ അഞ്ചേട്ടൻ ഞാനാണ് കേട്ടോ മോതിരം. ഇല്ല, മോതിരം അപ്പോഴേ തന്നെ തിരിച്ചു തന്നായിരുന്നു. എടാ എന്താ അവന്റെ പേര്? ശോഭ എന്ന് പോയി നോക്കിട്ടോ. ശോഭ ഇയാളല്ലേ മോതിരം എടുത്തിട്ട്? അല്ല, ഞാൻ അപ്പൊ തന്നെ ഊരി അവിടെ ഇയാള് കണ്ടത്. അല്ല ഞാൻ അവിടെ നിൽക്കുക, ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ തൊട്ടോ മോതിരത്തില്? നിങ്ങളൊന്ന് നോക്കുക, ഒന്നുകൂടെ നോക്കുക. ഇപ്പൊ നിങ്ങളിങ്ങനെ പറയുമ്പോ ഒരു കള്ളാക്കുമല്ലേ? പുള്ളിക്കാരിയെ കള്ളിയാക്കുമല്ലേ? ഇത് പിന്നെ ഞാനും കള്ളനാവുക.
അങ്ങനെയല്ലോ നിങ്ങളെല്ലാം എടുത്ത് വെച്ചോ? പോക്കറ്റ് തപ്പുന്ന അനുചേട്ടാ പോക്കറ്റിൽ അല്ല അവിടെ ക്യാമറ ഉള്ളേ. ക്യാമറ ഉണ്ട്, പക്ഷെ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചിലപ്പോൾ മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ആ പറ്റില്ല. അല്ല ഞാൻ പറയുന്നത് 1 ഗ്രാമിൽ കൂടുതലുണ്ട് ആ ഒരു മോതിരം. ഏത് മോതിരം? സൂഫി എന്ന് പറഞ്ഞ സൂഫി അല്ല ഞാൻ ചോദിക്കട്ടെ, ക്യാമറയിൽ നോക്കുമ്പോഴത്തേക്ക് കാണാക്കത്തില്ലേ നമ്മള്? മക്കളുടെ സിനിമയുടെ പോലെ വല്ലതും ആണോ? അതെ, അതിനെ കുറിച്ച് എനിക്കറിയില്ല. അപ്പൊ നമ്മളിപ്പോ ഇത്രയും പേര് അവിടെ ഉള്ളതായിരുന്നു, ഞാൻ നിങ്ങളുടെ മാത്രം. അതെ അതെ. അല്ല നമ്മളെ കള്ളനാക്കുന്നത് ശരിയല്ല. നമ്മളവിടെ പോയി വീഡിയോ എടുത്തതേ ഉള്ളൂ, പുള്ളിക്കാരി എടുത്ത് ഇട്ടതേ ഉള്ളൂ. അതെ, എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ ഒരു തരുകയും ചെയ്തു. ആണോ? ഏത് നമ്മള് നോക്കിയതാണോ മിസ്സിങ്? 2 പേരിൽ നിന്ന് ഒരു മോതിരം. അല്ല ഏത് മോതിരം? സൂഫി കല്ല് വെച്ചത്. കല്ല് വെച്ച് തന്ന് അല്ലേ? ഒരു വയലറ്റ് കല്ല് വെച്ച് എന്നോട് ഞാൻ അപ്പോൾ തന്നെ തിരികെ അങ്ങോട്ട് തന്നു. 3-4 ഐറ്റം കത്ത. അല്ല ഒരൈറ്റം ഞാൻ എടുത്തില്ല പറഞ്ഞു, ബ്ലാക്കിന്റെ എടുത്തിട്ടു. വയലറ്റ് ഇട്ടതാണ് ഒരെണ്ണം മിസ്സായത്. എന്താണെന്ന് നോക്കണം. ക്യാമറയിൽ ഇതാവത്തില്ലേ? അതൊന്നും ക്യാമറ ചെക്ക് ചെയ്യാം. ശോഭേ ക്യാമറയിൽ ഒന്ന് നോക്കിട്ടെ, ഇതിനകത്ത് ആരെ എടുത്തേ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. അതല്ല നമ്മള് പെട്ടെന്ന് അറിയാലോ, ഇപ്പൊ ആയതല്ലേ ഉള്ളൂ. അതെ അതെ, ഒന്ന് നോക്കണല്ലോ ആരാ. ഊരി അവിടെ അല്ല നിങ്ങൾ കറക്റ്റ് കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അതുകൊണ്ടാണ് മിസ്സായതുകൊണ്ടാണ് ഞാൻ വന്ന് സംസാരിച്ചത്. അല്ല ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനോ പുള്ളിക്കാരി എടുക്കണമെങ്കിൽ കയ്യിൽ വേറെ എവിടെയെങ്കിലും ചുരുങ്ങാനുള്ള സമയം ഒന്നുകിൽ പുള്ളിക്കാരി വെക്കണേ പോക്കറ്റ് വെക്കണം, അല്ലെങ്കിൽ ലൈറ്റിനോട് അകത്തേക്ക് വെക്കണം. നിങ്ങൾക്ക് എന്നെ ചെക്ക് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ക്യാമറ ഒക്കെ ഇട്ട് അല്ല എനിക്ക് നിങ്ങളെ സംശയം. നിങ്ങളല്ല എടുത്ത് വെച്ചാ മനുഷ്യ പോക്കറ്റിൽ തപ്പുന്നു. അല്ല പുള്ളിക്കാരൻ പറയുന്നതായിട്ടും ഒരു വൈഫിന്റെ ഒരു മോതിരം വേണോന്ന് പറഞ്ഞു. എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ സാധനങ്ങൾ നമ്മളെല്ലാം ഒരു ബോർഡിൽ 18 പീസാണ് വരുന്നത്. അപ്പൊ അതിന് ഒരു പീസ് കുറവും, ബാക്കി 17 ഉള്ളോ? 17 പീസ്. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഒന്ന് നിങ്ങളൊന്ന് ക്യാമറ ചെക്ക് ചെയ്തിട്ടോ, ഒന്ന് ക്യാമറ ചെക്ക് ചെയ്തിട്ടോ. എടുത്ത് എവിടെ വെച്ചത്? ഞാൻ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ തന്നെ കൊടുത്ത്. ഇയാളൊന്ന് ആലോചിച്ചു കട്ട് ക്യാമറ കട്ട് എടുക്കല്ലേ? ഇല്ല ഞാൻ ചോദിക്കട്ടെ, അത് സീരിയസ് ആയിട്ട് ചോദിച്ചാൽ അത് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ കള്ളനല്ലേ ഇയാള് കള്ളനാവും. പറയുന്ന കേക്ക്, ഞാൻ അദ്ദേഹത്തിന് തന്നെ കൊടുത്ത്. പുള്ളിക്കത് ഓർമ്മയില്ലാഞ്ഞിട്ടായിരിക്കും. കാര്യം ഞാൻ അപ്പൊ തന്നെ ഇയാൾ കണ്ടില്ലേ, ഞാൻ എന്റെ കയ്യിൽ ഒരു സാധനം കൊണ്ടല്ലോ. നമ്മൾ ഞാൻ എന്റെ അടുത്ത് കണ്ടില്ല, ഞാൻ കണ്ടോ ഇയാൾ എന്റെ എടുത്തോ ഇല്ല? അതല്ലേ ഇയാൾ എന്റെ അടുത്തല്ലേ നിന്ന. ഇയാളെടുത്ത് മോതിരം ഇട്ടോണ്ട് അനുചേട്ടാ അവര് മോതിരം എടുത്തിട്ടുണ്ടെന്നല്ലേ? എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ തിരികെ അവരിൽ കൊടുത്ത് 2 മോതിരം ഇട്ട് അത് അപ്പൊ തന്നെ കൊടുത്തു. ആരുമില്ല എടുത്തോ? എന്തിന്? എടുത്തോ? ഇല്ല എടുത്തെങ്കിൽ പയ്യന്റെ ഞാൻ അത് കൊണ്ട് കൊടുക്കാം. അയ്യോ എന്റെ കൃഷ്ണൻ, ഞാൻ അങ്ങനെ എടുക്കത്തില്ല. അവര് ക്യാമറ ചെക്ക് ചെയ്യാൻ പറ. എനിക്കെന്തിനാ? നമ്മള് സ്വർണ്ണം എന്റെ ആവശ്യത്തിന് സ്വർണ്ണം ഉണ്ട്, ഞാൻ മോഷ്ടിക്കുന്ന ആളല്ല. ഒരു കാര്യം പറയട്ടെ, ഞാൻ പേഴ്സണലി ചോദിക്കുക. കാര്യം ഞാൻ അവിടെ നമ്മളെ ഇട്ട് നോക്കി കറക്റ്റാണ്, ഇയാൾ കൊടുത്തു എന്നുള്ള സത്യമാണ്, ഞാനും കണ്ടു കൊടുത്തു എന്നുള്ളത്. അപ്പം പിന്നെ ഞാൻ നിൽക്കുക. ഈ പല കള്ളങ്ങളും നമ്മൾ ഇതിൽ കാണുന്നുണ്ട്, അവരെങ്ങനെ എടുത്തു മാറ്റാൻ നമുക്ക് അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ ചോദിക്കുന്നത്, ഇയാൾ എത്ര ചോദിച്ചാലും ഞാൻ എടുക്കാത്ത സാധനം ഞാൻ എന്തൊരു പറയട്ടെ? ഞാൻ വേണമെങ്കിൽ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ കുറെ എന്തുണെങ്കിലും ചെയ്യാം. നമ്മൾ അവിടെ പബ്ലിക്കായിട്ട് അവിടെ അത്രയും ആൾക്കാരുടെ ഇടയിലല്ലേ നമ്മളിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. പുള്ളിക്കാരൻ ചെക്ക് ചെയ്യുന്ന ഹലോ ചെക്ക് ചെയ്യാൻ ചോദിച്ചു വിളിച്ചേ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്ന വിളിച്ചിട്ട് ഡ്രസ്സ് വേണമെങ്കിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറ. നമ്മളിപ്പോ എന്റെ ഞാൻ കൊണ്ടുവന്ന ചോറ് പാത്രം, എന്റെ പേഴ്സൊന്നും ഞാൻ വന്ന് എടുത്തില്ല. ഇവിടെ എവിടെയോ ഉണ്ട്. ഇയാളെ ഞാൻ സംസാരിച്ചോളാം. ഇപ്പൊ ഞാനിവിടെ കള്ളനാവുന്ന വട്ടല്ലേ? ഇല്ലേ? എന്തുവാ ക്യാമറയില്? ചേട്ടാ അതല്ല ഇങ്ങോ ചോദിക്കട്ടെ, അല്ല ക്യാമറയിൽ കാണുന്നുണ്ടോ? ഞാനാന്ന് എടുത്തേ. നോക്കിയാ ഷമീർ ക്യാമറ നോക്കിയോ? ആരാ എടുക്കുന്ന ചേട്ടാ? ആണോ? എന്റെ കയ്യിലിരുന്നതാണ് നഷ്ടപ്പെട്ടതെന്ന്. ഞാൻ മോതിരം എടുത്തില്ലല്ലേ? അവിടെ നോക്കും. ഞാനൊരു വീഡിയോ എടുക്കാൻ വന്നു, ഇയാൾ എന്നെ അവിടെ കള്ളനാക്കുവോ? അയ്യോ ഞാൻ എടുത്തില്ല ഷമീർ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ റെസ്പോൺസിബിലിറ്റി റാഫിക് അടുത്ത് വിളിച്ചോട്ടെ ഞാനിവിടെ വന്നത്. അല്ല മാമ അവിടെ ഇല്ലേ? മാമ ഒന്നും മിണ്ടണ്ട, മാമ മിണ്ടണ്ട. അല്ലല്ല നിങ്ങൾ പറയാറാകുമ്പോ ഞാൻ പറയാം. കണ്ടില്ലല്ലോ, അവിടെ വന്നില്ലല്ലോ, അവിടെ വന്നില്ലല്ലോ. എന്തോ പറയാനുള്ള ഇഞ്ഞു വാ ഇവിടാന്ന് പറയാം. അല്ല ഇങ്ങ് വാ. അല്ല എനിക്ക് ഞാൻ ചിലപ്പോ കാര്യം ഞാൻ കള്ളനാവുന്ന മട്ട. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ റാഫിക് അടുത്ത് പറഞ്ഞിട്ട് കടയിൽ വന്നത് ആണോ? ഉദാഹരണത്തിന് ഇപ്പൊ മാമ റാഫിക് അടുത്ത് പറഞ്ഞിട്ട് ഇല്ല എന്റെ കട ഒരു മിനിറ്റ് റാഫി എന്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ വന്നു, കടയിൽ വന്നു, ഞാൻ അവിടെ ഇല്ല, ഒരു കാര്യം നഷ്ടപ്പെട്ടു, നിങ്ങൾ വന്നതിന്റെ ശേഷം കാണാത്തത്.
നിങ്ങളോട് ചോദിക്കുമല്ലോ ഞാൻ. റാഫിക്ക് എൻ്റെ അടുത്തല്ലേ ചോദിക്കൂ. ഞാൻ കൊണ്ടിരുത്തിയത് ഇവരാണ് കമ്മലെടുത്ത് മോതിരം എടുത്തിട്ടത്. വേറെ ഒന്നും പോയിട്ടുണ്ടോ ചേട്ടാ? ഒരെണ്ണേ പോയിട്ടുള്ളൂ. എനിക്ക് അപ്പോഴേ മനസ്സിലായി പുള്ളിക്കാരി അത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലല്ല, കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ അന്നേരം ചോദിച്ചു നിങ്ങൾക്ക് എടുക്കുമെന്ന് വെച്ചപ്പോൾ എടുക്കുമെന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ വേണ്ട? നിങ്ങൾക്ക് തമാശയായിരിക്കും. എനിക്ക് ഫീൽ ചെയ്തു. ഒരു കാര്യം ചെയ്, അടുത്തല്ലേ പോലീസ്, വിളി. ഞാൻ ഒന്നും പറയുന്നത്, നിങ്ങൾ പോലീസിനെ വിളി. എന്താണ് ചേട്ടാ മാമ എന്താ പറയുന്നത്? അല്ലല്ല, വിളിക്കണം, പോലീസിനെ വിളിക്കണം. അല്ല, അവര് ചെക്ക് ചെയ്ത്, അവര് ക്യാമറ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഇരിക്കുന്ന പിന്നെ മോതിരമാണ് പോയെന്നാ പറയുന്നേ. എടേ എന്റെ ഇരിക്കുന്ന മോതിരം അതിന് ശേഷമുള്ളത് ക്യാമറയിലുണ്ടോ? കള്ളികളായാലും കള്ളിയല്ലെന്ന് പറയൂ, എടുക്കത്തില്ലെന്ന് പറയൂ. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്ന, ക്യാമറയിൽ കണ്ടോണ്ടിരുന്നിട്ട് ബാക്കി ഉള്ളതില്ലേ? അതായത് ഞാൻ ഇയാൾക്ക് തരുന്നതില്ലേ? മാമക്ക് എന്താ പറയാ? പറ, എന്തായാലും പറയാനുണ്ടോ? ആ, പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഞാൻ എന്റെ ഫുള്ള് ഡ്രസ്സ് ഊരി അവർക്ക് കാണിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ നിങ്ങളെ ഡ്രസ്സ് ഊരി കാണിക്കുക, എന്ത് കാണിച്ചു? ഞാൻ ഇതിനകത്ത് പോയിക്കോട്ടെ. ഞാൻ ഒരു പാവപ്പെട്ടനെ വിളിച്ചു വരുത്തിയതാ. അല്ല ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ആക്ച്വലി എടുത്തോ? ഞാൻ എടുക്കാത്ത കാര്യം എടുത്തെന്ന് ഇങ്ങനെ പറയും. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? നമുക്ക് അവിടെ പോയി ഒരു കാര്യം, ഷമീർക്കാ ഇങ്ങോ, ചേട്ടാ ഇങ്ങോ വന്നോട്ടെ, പോലീസിനെ വിളിക്കുക. അല്ല പോലീസിനെ വിളിക്കുക. അല്ലല്ല, എന്തായാലും നിങ്ങൾ എന്റെ അടുത്ത് ഇവിടുന്ന് പോകണ്ട സ്ഥിതി എന്ന് പറഞ്ഞപ്പോ പോലീസിനെ വിളിക്കും. ജസ്റ്റ് ഒന്നുകൂടെ നോക്ക്. എവിടെ? ആ ഭാഗത്ത് ഒന്നുകൂടെ നോക്ക്. അവിടെ ഇല്ലാത്ത അവരൊന്നും മണ്ട ആകെ ഇച്ചിരി പോലത്തെ ഒരു സ്ഥലത്തല്ലേ നമ്മൾ വെച്ചത്? അത് അല്ലേ? ഒന്നാമത് തറ മൊത്തം. ഒന്നുകൂടെ നോക്ക്. പോലീസിനെ വെറുതെ വിളിക്കുന്നതിന് മുന്നേ ആ ശരി ചേട്ടാ, ഒന്ന് നോക്കിട്ടോ. അവിടെ ഒന്ന് നോക്ക്. അല്ല ഒരു മിനിറ്റ്, ഇതിനകത്ത് ഇപ്പം ഞങ്ങളെ രണ്ടുപേരാണ് അവിടെ വന്നിരിക്കുന്നത്. അതിന് മുമ്പ് 2-3 പേര് വന്നിട്ട് പോയി. അവരെന്താ സംശയിക്കാത്ത? അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ. അല്ല ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഉറപ്പാണോ? ഞാൻ വേറെ ആരുണ്ടായിരുന്നു? നമ്മൾ 2 പേരിൽ ഉള്ളായിരുന്നുള്ളൂ. അല്ല, അപ്പോഴത്തേക്ക് നല്ലോണം നോക്കട്ടെ. അവിടെ നോക്കാൻ പറ. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അത് പറ. എനിക്കറിയത്തില്ല. ഞാൻ എടുക്കാത്ത സാധനം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാൻ എടുത്തെന്നാണ് അയാൾ പറയുന്നത്. അതോ അയാൾ എടുത്താ? ഞാൻ പറഞ്ഞില്ലല്ലോ ഇയാളെന്തോടെ വടി വിഴിഞ്ഞോലിരിക്കുന്നേ? നിങ്ങൾ എടുത്ത അദ്ദേഹം എന്താ പറയാ? ഞാൻ എടുത്തതില്ല. ഞാൻ അവിടെ വെച്ച് വള തന്നെ പെട്ടെന്ന് അല്ല നിങ്ങൾ എടുത്തെന്ന് ഞങ്ങൾ പറഞ്ഞാലോ? അല്ല, വള തന്നെ ഞാൻ അപ്പോഴേ ഊരാൻ പോയപ്പോ ഇയാള് പറഞ്ഞു ഊരണ്ടാച്ച് കൂടെ കിടക്കട്ടെന്ന്. ഞാൻ അപ്പോഴും എന്നിട്ട് എന്ന് വെച്ചാൽ നമുക്ക് അല്ല അങ്ങനെയല്ല, വള തന്നെ ഞാൻ പറയട്ടെ. ഇയാൾ ആ മോതിരം എടുത്തിട്ട് പേഴ്സ് കൊണ്ടുവന്നില്ല, സത്യമാണ് കൊണ്ടുവന്നില്ല. എന്റെ ഒന്നും ഇല്ലായിരുന്നു. വന്ന രാജലക്ഷ്മി എന്താ വെച്ചാൽ തീരുമാനിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഷോയെ നോക്കിയോ? ഒന്നുകൂടെ നോക്കാൻ പറ. അവിടെ നോക്കിയോ? കസ്റ്റമർ ഒന്ന് പയ്യെ സംസാരിക്കും. കസ്റ്റമർ വന്നിട്ട് അതാണ്. ഇതിപ്പോ ചെക്ക് ചെയ്തിട്ട് പറ. ഒന്നുകൂടെ നല്ലോണം ചെക്ക് ചെയ്താൽ മതി. അവിടെ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവും. ചെക്ക് ചെയ്യട്ടോ. നമുക്കിപ്പം ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ എടുത്ത കാര്യമാണ്. ട്രാഫിക് അടുത്ത് ഇപ്പൊ പറയേണ്ടതല്ല. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. അപ്പോൾ അവര് നിന്നോണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞത്. ആക്ച്വലി എത്ര ചോദിച്ചാലും പൊന്നു സൗരം ഞാൻ എടുത്തിട്ടില്ല. ഏത് പോലീസ് വേണമെങ്കിലും വന്നോട്ട്. അല്ല അപ്പൊ ഞാൻ കള്ളനായോ? ഞാൻ അപ്പൊ പിന്നെ എടുക്കാത്ത സാധനം ഞാൻ എങ്ങനെ എടുത്തെന്ന് പറയാം. സാധനം അപ്പം എടുക്കാത്ത സാധനം. ഞാൻ ചോദിക്കട്ടെ, ക്യാമറ ഉണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും മോട്ടിക്കോ ക്യാമറ മുമ്പിൽ? അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ തന്നെ ഞാൻ ഊരി തന്ന്. അപ്പൊ തന്നെ ഇയാളെ ഞാൻ ഊരി തന്നതാ. എല്ലാ സാധനവും ഊരി തന്നെ. എന്റെ വള പോലും അവിടെ ഇരിക്കുക. ഒരു കാര്യം ചോദിക്കട്ടെ, ഒന്ന് പേഴ്സണലി ചോദിക്കട്ടെ. ഉറപ്പാണ് പോയെന്ന്? ഇതിപ്പോ ഞങ്ങളെ വീട്ടിൽ അറിഞ്ഞാലും ഇത് പ്രശ്നമാവും. കാര്യം കേസും കാര്യങ്ങളും. നിങ്ങളുടെ അവിടെ ക്യാമറ ഉള്ളതല്ലേ? നമ്മള് നിരപരാധിട്ടുള്ള നമ്മളടുത്ത് ഇങ്ങനെ പെട്ടെന്നൊരു സാധനം പറഞ്ഞോട്ടെ. നമ്മള് പെട്ടെന്ന് ഇപ്പൊ ഇയാളെടുത്തെന്നാ അവര് പറയുന്നേ. ഇയാളെടുത്തെന്നാ പറയുന്നേ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ക്യാമറ ഉള്ളതല്ലേ? നിങ്ങൾ ക്യാമറ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യും. ഒരു ലേഡിയെ കൊണ്ടുപോവാ. ഞാനിപ്പോ എന്തായാലും വന്ന് ഞാൻ മാത്രമല്ല അവിടെ വന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ വേറെങ്ങും പോയില്ല. ഇവരോട് ഇവിടെ നിന്ന് ക്യാമറ ഇയാള് സാധനം എടുത്ത് നമ്മളൊരു കാര്യം ചെയ്യും, വനിതാ പോലീസിനെ വിളി. അപ്പൊ അവരാകുമ്പോ ചെക്ക് ചെയ്തോളൂ.
വനിതാ പോലീസിനെ വിളി. വരട്ടെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ബോഡിയിലും എല്ലാം ഉണ്ടെന്നുള്ള അറിയല്ലോ, വരട്ടെ, വിളിക്ക്. ഞാനിതിപ്പോ അല്ല വിളിക്ക്. അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ വന്നത് റിയ ഗോൾഡിന്റെ പരിപാടി ചെയ്യാനും അതുപോലെ തന്നെ ദുബായ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഈ ഒരു ചെറിയ സംഭവം ചെയ്യാനായിട്ടാണ് വന്നത്. അല്ല ഇപ്പൊ അതാ ചെയ്യാൻ വന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ഷമീർക്കാട് രാവിലെ ഒന്ന് പറയും, പുള്ളിക്കാരി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ ഒന്ന് പറയിപ്പീര്. പുള്ളിക്കാരി വന്നതേ ഉള്ളൂ, രണ്ടും കൂടെ ചെയ്യിപ്പിക്കും. ഞാൻ പറഞ്ഞു ശരി. വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ ഭയങ്കര സുന്ദരിയൊന്നുമല്ല, കാണാൻ നല്ലതൊന്നുമില്ല, പക്ഷേ നോക്കിയപ്പോൾ ക്യാമറ ലോക്കേ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അപ്പം എന്നാൽ ചെയ്യാം എന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോൾ റീൽ ചെയ്യുമെന്ന് പറഞ്ഞു, റീൽസൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ശരി എന്നാൽ റീൽസ് ആവട്ടെ. പേര് ചോദിച്ചപ്പോൾ രാജലക്ഷ്മി, നല്ല ഐശ്വര്യമുള്ള പേര്. പക്ഷെ ഇത്രയും ഐശ്വര്യം ഇതെല്ലാം വെച്ചിട്ട് ഇയാൾ മോട്ടിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇയാൾ ഇപ്പൊ തന്നെ നോക്കും, ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നു, ഇയാൾ ഇരിക്കുന്ന അവിടെ, ശരിയാണോ? അല്ല ഞാൻ അത് ശരിയാണോ? അല്ല ഞാൻ നിൽക്കാം. തെറ്റ് ചെയ്യാതെ ഇപ്പൊ ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഏത് വനിതാ പോലീസ് ആണെങ്കിലും വന്നിട്ട് ഇയാള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം. ആ ക്യാമറ കണ്ടത് ഇയാളെ ഇരുന്ന മോതിരം കാണാതെ പോയെന്നാ. അങ്ങനെയാണോ ഷോയബേ? അതല്ലേ കാണിക്കുന്ന ക്യാമറയില്? ആ ചെറുക്കൻ എന്തായാലും അവൻ എന്തായാലും കള്ളം പറയത്തില്ല. ബാലൻസ് ഇല്ലേ? അതായത് നമ്മളെ കൈ ഇത് ഊരി വെക്കുന്ന ഇതില്ലേ, അതില്ലാത്ത അല്ല എന്താ ഇപ്പൊ സംഭവം? അതിന്റെ ബാലൻസ് അപ്പൊ എന്ത് ചെയ്യേ? അതിന്റെ ബാക്കി എവിടെ? അല്ല ഞാൻ ചോദിക്കട്ടെ, അതല്ല അതിന്റെ ബാക്കി എവിടെയെന്ന്, ആ വീഡിയോയുടെ ബാക്കി എവിടെ? ഞാൻ പറയട്ടെ, ഇയാള് സ്റ്റേഷനിൽ ഇപ്പൊ റെഡിയാണോ? റെഡിയാണ്. എന്റെ കൂടെ റെഡിയാണോ? ഷമീറൊക്കെ കൂടെ വരുമോ? എന്നാ ഈ മോതിരം കൊണ്ടുപോവാ. ഇത് ചെറിയൊരു പ്രാങ്കായിരുന്നു. ഇത് ഞങ്ങൾ രാവിലെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. ചെറിയൊരു സാധനം തരാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ ഭയങ്കര അഭിനേതാവാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനല്ല സൂത്രധാരൻ താ നിൽക്കുന്നത്. ആ പാട്ടും കൂടെ പാടിക്കാ കൃഷ്ണ കേട്ടോ. കുറച്ചും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആയിരുന്നെ മാമാക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും തന്ന അവിടെ പിടിച്ച് ഇരുത്തിയായിരുന്നു. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ എന്തുണ്ട്. സോറി കേട്ടോ പെങ്ങളെ, സോറി കേട്ടോ, ക്ഷമിക്കണം കേട്ടോ. ഇത് വളരെ അവനറിയാം, അവനടുത്ത് ഞാൻ രാവിലെ തൊട്ടേ ഒന്ന് പറഞ്ഞതാണ്. ഇത് വേറെ ആരും ഇതൊന്നും എടുത്ത് അങ്ങ് പൊങ്കാലക്കിടല്. ഇത് ചെറിയൊരു പണി പുള്ളിക്കാരിക്ക് കൊടുത്തതാണ്. അങ്ങനെയൊന്നുള്ള ആളല്ല. അതെ, സെയിൽസിലുള്ള അറപ്പ് മാറ്റാൻ, സംസാരം മാറ്റാൻ. മോതിരം എങ്ങും പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറഞ്ഞതാണ് സാറ്, ഇത് അങ്ങനെയല്ല, ഒരു കാര്യം ഇത്രയും വിഷമത്തിൽ ഇരിക്കുന്നതിനിടെ കൂടെ ഭയങ്കര സുന്ദരിയാണെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോ സുന്ദരി അല്ല എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചുമ്മാതാട്ടോ, നല്ല പ്രാങ്കിന്റെ ഒരു ഭാഗങ്ങളാണ്, മനസ്സിലായോ? രാജലക്ഷ്മി, ഇത് എല്ലാം ഈ ഒരു ചളിപ്പ് മാറാൻ വേണ്ടിയിട്ട് നല്ല ഉഗ്രൻ സുന്ദരിയാണ്, നല്ല ഐശ്വര്യം, നല്ല ലോങ് ഹെയർ ആണ്, കട്ടി മുടിയാണ് കേട്ടോ, നല്ല ഐശ്വര്യമുണ്ട്. ഇനി ചെയ്യണം കേട്ടോ. സീരിയലൊക്കെ അഭിനയിക്കാൻ താല്പര്യം. അദ്ദേഹം മാത്രമല്ല, ഇവരെല്ലാം അതൊക്കെ കൊടുത്ത്. അപ്പൊ ഷമീർക്ക ഇപ്പൊ അല്ല എന്താ ഫീൽ ചെയ്ത് അത് പറ. ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാനൊന്ന് പേടിച്ചു. കാര്യം വീട്ടിലൊക്കെ അറിയുമ്പോ ഇതൊരു പ്രശ്നമാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പുറത്താവുന്ന ഉറപ്പായിരുന്നില്ലേ? ആ വീട്ടിൽ നിന്ന് ഏകദേശം അതെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളതായിരുന്നു ഏറ്റവും ആദ്യത്തെ പേടി. പിന്നെ ഇത് ഞാൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ. അപ്പൊ പിന്നെ ഒരു കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ ഈ മറ്റുള്ളവർ അറിഞ്ഞിട്ട് ഇനി എനിക്ക് പ്രശ്നം ഇത് ഒരു ചെറിയൊരു അവയർനെസ് കൂടിയാണ്. നമ്മുടെ സമൂഹത്തിൽ തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇനി ഉണ്ടാവാതിരിക്കുക, സത്യസന്ധമായിട്ടുള്ള ആൾക്കാരെ തന്നെ അത് അല്ലേ ചൂഷണം ചെയ്തു പോവുക. ചൂഷണം ഉണ്ട് ഇല്ലേ? അതായത് തെറ്റ് ചെയ്യാത്ത ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട്. അത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നെയാണ്. അത് ഇതൊരു ചെറിയൊരു അവയർനെസ് കൂടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പുള്ളിക്കാരി ഒരു തെറ്റും ചെയ്തിട്ടില്ല, കഷ്ടം. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെർഫ്യൂംസ്, അതായത് ഈ പെർഫ്യൂംസ്, എറ്റേണലിൻ്റെ പെർഫ്യൂംസ് 1800 ആണ്. 1200 രൂപയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് കൊടുക്കും. അതുപോലെ ഓരോ പെർഫ്യൂംസ് നിങ്ങൾ ഇവിടെ നിന്ന് എടുത്താലും, എന്ത് വന്ന് പർച്ചേസ് ചെയ്താലും വീഡിയോ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്കൗണ്ടിൽ കിട്ടും. നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് ടെമ്പിൾ റോഡ് ക്ലിഫിലോട്ട് പോകുന്ന വഴിയിൽ മെട്രോ സ്കാനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ഥലം പറഞ്ഞു, വർക്കല ക്ഷേത്ര റോഡിൻ്റെ അവിടുന്ന് എനിക്കൊന്ന് വർക്കല റൗണ്ട് അബൌട്ടിൽ നിന്ന് ഏകദേശം ഒരു 200-300 മീറ്റർ ക്ഷേത്ര റോഡിലേക്ക് വരുമ്പോൾ മെട്രോ സ്കാനിങ് ലെഫ്റ്റ് സൈഡിലാണ് മെട്രോ സ്കാനിങ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് റിയ ഗോൾഡും അതുപോലെ തന്നെ നമ്മുടെ ദുബായ് ഡ്രൈ ഫ്രൂട്ട്സും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രാങ്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന അടുത്തൊരു പ്രാങ്ക് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് രാജലക്ഷ്മി,
ഷമീർ, അനീഷ് ഖാൻ. ടാറ്റാ.